അപ്പോൾ ഞാൻ പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഇമ്പാർട്ടേഷൻ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കണമേ, സ്വന്തം കുടുംബജീവിതം തകർന്നു നിൽക്കുന്ന ഒരാളുടെ ഇമ്പാർട്ടേഷനാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? എൻ്റെ ജീവിതത്തിലും അപ്രകാരമുള്ള പൈശാചിക ബന്ധനങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് എനിക്കുറപ്പാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടാത്ത ഒരു ഇമ്പാർട്ടേഷൻ്റെ ആവശ്യമില്ല. കാരണം ഇപ്പോൾ ഉള്ളതൊക്കെ മതിയെന്നേ, ഇപ്പോൾ ഉള്ള കൃപയും ശുശ്രൂഷയൊക്കെ മതി. ഒന്നുള്ളതിനെ വിശ്വസ്തയോട് ഉപയോഗിച്ചാൽ 10 മാറ്റാമെന്ന് വചനം പറയുന്നെങ്കിൽ, നിങ്ങൾക്ക് കിട്ടിയ ചെറിയ അനോയിൻറ്റിംഗ് ഉണ്ടല്ലോ, കൃപാവരമുണ്ടല്ലോ, ചെറിയ ടാലൻ്റ് ഉണ്ടല്ലോ, വിശ്വസ്തരായിരിക്കെ അത് 10 മാറും. പക്ഷേ വിശ്വസ്തരാകാതെ, അതിന്മേൽ വ്യാപാരം ചെയ്യാതെ, അതിന്മേൽ പൊരുന്നിരുന്ന് അതിനെ വർദ്ധിപ്പിക്കാതെ, അതിനെ വിരിയിക്കാതെ, നിങ്ങൾ അവിടെയും ഇവിടെ ഓടി നടന്ന് എളുപ്പവഴിയിൽ ആരെങ്കിലും കൈവച്ചൊക്കെ കിട്ടുന്ന ഇമ്പാർട്ടേഷന് പോയാൽ അവൻ്റെ അകത്തിരിക്കുന്ന കുറേ ഡെമൺസ്, കുറേ അന്ധകാര ശക്തികൾ നിങ്ങളറിയാതെ നിങ്ങളുടെ അകത്ത് കയറും. നിങ്ങളുടെ ജീവിതം താറുമാറാകും. നിങ്ങൾ അതുപോലെ ദുരുപദേശം